പ്രാദേശിക ഭരണകേന്ദ്രമായ പഞ്ചായത്ത് ഓഫീസുകൾ ജനസേവന കേന്ദ്രങ്ങളാകണമെന്ന് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ. ആധുനിക രീതിയിൽ നിർമ്മിച്ച എരുമപ്പെട്ടി പഞ്ചായത്ത് ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ജനങ്ങളുടെ സേവകരാണെന്നും വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിലെത്തുന്നവരോട് അനുഭാവപൂർവമായ സമീപനം ഉണ്ടാകണമെന്നും സ്പീക്കർ പറഞ്ഞു. വികസന പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയ വേർതിരിവില്ലാതെ പിന്തുണ നൽകണം. വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ വലിയ സഹകരണമുണ്ടായാൽ മാത്രമേ നാട്ടിൽ പുരോഗതി ഉണ്ടാകുകയുള്ളൂ. കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മാലിന്യ സംസ്കരണമാണെന്നും മാലിന്യമുക്ത ക്യാമ്പയിനിൽ ജനങ്ങൾ പങ്കാളികളാകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഞാൻ അടിവരയിട്ട് പറയുന്നത് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് പഞ്ചായത്ത് ഓഫീസ്. ജനസേവകന്മാരാണ് നമ്മൾ ഓരോരുത്തരും. വികസനത്തിൽ രാഷ്ട്രീയം മാറ്റിവെച്ച് യോജിപ്പിലൂടെ മുന്നോട്ട് പോയ നാട് മാത്രമേ വികസിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നല്ല രീതിയിൽ യോജിച്ചു പോകാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണമെന്നുള്ളതാണ്. തെരുവ് നായ നല്ലോണം കടിക്കും, തിന്നും. മനുഷ്യനേക്കാൾ നല്ല ഇറച്ചി മീനും കിട്ടും നായിക്കാണ്. അത് കിട്ടാതിരിക്കും, മനുഷ്യനെ കടിക്കാൻ വരും. അതുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി എടുക്കേണ്ട പ്രധാനപ്പെട്ട തീരുമാനം മാലിന്യം പൊതുവഴി തള്ളുന്നവർക്കെതിരെ കർക്കശമായ നിലപാടാണ്. AC മൊയ്തീൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ UK മണി, TK ദേവസി, K ശാരദാമ്മ, AK കണ്ണൻ, സിജി ജോൺ, മീന സലമോൻ എന്നിവരെയും മുൻ പഞ്ചായത്ത് മെമ്പർമാരെയും ചടങ്ങിൽ ആദരിച്ചു. ലൈഫ് മിഷൻ ഗുണഭോക്താക്കൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ MP K രാധാകൃഷ്ണൻ കൈമാറി. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ, സേവ്യർ ചിറ്റിലപ്പിള്ളി MLA, വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഭീസ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പുഷ്പ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. TCV എരുമപ്പെട്ടി.